إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا كونوا هودا أو نصارى تهتدوا സൂറ ബഖറ 135-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. നോക്കൂ. വഖാലു അവർ പറഞ്ഞു, യഹൂദ ക്രൈസ്തവർ പറഞ്ഞു, കൂനു ഹൂദൻ ഔ നസാറ നിങ്ങൾ യഹൂദരാകൂ അല്ലെങ്കിൽ നസാറാക്കളാകൂ, തഹ്തദു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സന്മാർഗം പ്രാപിക്കും. യഹൂദരോ ക്രൈസ്തവരോ ആകാതെ നിങ്ങൾ സന്മാർഗം പ്രാപിക്കില്ല എന്ന് മുസ്ലിമീങ്ങളോട് യഹൂദ ക്രൈസ്തവരുടെ ആജ്ഞയാണ്. അപ്പോൾ അതിന് മറുപടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കുൽ നബിയെ താങ്കൾ പ്രഖ്യാപിക്കൂ, ബൽ മില്ലത്ത ഇബ്രാഹീമ ഹനീഫ. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല. മില്ലത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗമാണ് ഹനീഫൻ, ഋജുവായത്, നേരായത്, നന്മയിലേക്ക് നിരന്തരം ചാഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഹനീഫിന്റെ അർത്ഥം. അതാണ് ഋജുവായ നേരായ നന്മയിലേക്ക് നിരന്തരം ചാഞ്ഞുകൊണ്ടിരിക്കുന്ന മാർഗം. അതിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറയുന്നത്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ മുശ്രിക്കീങ്ങളിൽ പെട്ടവനായിരുന്നില്ല. അപ്പം ബഹുദൈവ വിശ്വാസം സ്വീകരിക്കാത്ത നേരായ പാതയിൽ ഉറച്ചു നിന്ന ഇബ്രാഹിം നബിയുടെ പാതയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. ഇബ്രാഹിം നബിയുടെ പാത അന്ന് മക്കത്തും മദീനത്തുമുള്ള മുശ്രിക്കുകളായ അറബികളും അത് അവകാശപ്പെടുന്നുണ്ട്, യഹൂദ ക്രൈസ്തവരും അവകാശപ്പെടുന്നുണ്ട്. ഇസ്മായിൽ നബിയിൽ കൂടി അറബികളും ഇസ്ഹാഖ് നബിയിൽ കൂടി അദ്ദേഹത്തിന്റെ പുത്രനായ യാക്കൂബ് നബിയുടെ സന്തത പരമ്പരയിൽ കൂടി യഹൂദ ക്രൈസ്തവരും ആ മാർഗം അവകാശപ്പെടുന്നുണ്ട്. അതാണ് അല്ലാഹു തആല മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ തുടർച്ചക്കാരനായ ഇബ്രാഹിം നബിയുടെ പാതയാണ് യഥാർത്ഥ പാത. അത് നിങ്ങൾ പിൻപറ്റണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അതാണ് യഥാർത്ഥ മാർഗം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മുസ്ലിമീങ്ങളോട് കൃത്യമായി യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം അല്ലാഹു പറയുന്നത്, റജു മനസ്കനായ നേരായ പാതയിൽ നിലകൊണ്ട ഇബ്രാഹിം നബിയുടെ പാതയാണ് പിൻപറ്റേണ്ടത്, അല്ലാതെ ഈ ഭൗതിക വിശ്വാസികളുടെ പാതയല്ല എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ അല്ലാഹു നമ്മോട് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.